ഇത് നമ്മുടെ ഇരുമ്പ് ദോശത്തട്ടിന് അത് തുരുമ്പൊക്കെ പിടിച്ച് മഴയൊക്കെ കൊണ്ട് വളരെ നാശമായിട്ടുണ്ട്. ഇത് എങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് ഫ്രൈ പാനേക്കാളും ഭംഗിയിൽ എങ്ങനെ ഈ ദോശച്ചട്ടി മാറ്റാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ചെയ്യണത്. നമ്മുടെ ഈ ഒരു തണ്ട് മതി, നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ദോശ. പുതിയ ഫ്രൈ പാനൊക്കെ വാങ്ങിച്ചപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കാണ്ട് അങ്ങനെ മാറിക്കിടന്നു. അപ്പം നമ്മൾ ഇതിങ്ങനെ നല്ല ക്ലിയർ ആക്കിയിട്ട് ഇനി കൊണ്ടുവരാം. ഇതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ലോണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം. ഇത് സബീന വാഷിംഗ് പൗഡർ ഉണ്ടല്ലോ, അതാണത്. ഇത് നമുക്ക് ഈ നമ്മുടെ ദോശച്ചട്ടിമേ നല്ലോണം ഒന്ന് വെതറി അതിന് ശേഷം സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, ഈ ഒരു സ്ക്രബ്ബർ വെച്ച് നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. അപ്പോൾ ഇതിങ്ങനെ പോലെ വെള്ളം തെളിച്ച് നമുക്ക് നല്ലോണം ഉരച്ച് കഴുകാം. ഈ തുരുമ്പൊക്കെ ഒന്ന് പോകണം, അതുവരെ നല്ലോണം ഉരച്ചാൽ മതി. ഈ അരിവശം ഭാവമൊക്കെ നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഭാഗവും നമ്മൾ സബീന പൗഡർ ഇട്ടിട്ട് ഉരച്ച് കഴുകാം. നല്ലോണം ഉരച്ചിട്ടുണ്ട്. അപ്പോൾ തുരുമ്പൊക്കെ ഒരു വെള്ളം ഒഴിക്കുന്നതോടുകൂടി എല്ലാം പൊക്കിളി അരിവശം ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യാം. ഡിഷ് വാഷിനേക്കാളും നന്നായത് എനിക്ക് സബീന പൗഡറാണ് തോന്നിയുള്ളത്. ഇനി നമുക്ക് കഴുകാം. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കാര്യം കൂടി ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ദോശ ചുടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം കുറച്ച് വാളംപുളി എടുത്ത് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കുക. അധികം വെള്ളം ഒഴിക്കേണ്ട, ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ നമുക്കൊന്ന് കുതിർത്തിയെടുക്കാം. ചട്ടിയുമേ ഒന്ന് തേച്ച് പിടിപ്പിക്കാനായിട്ടാണ്. ഇതുപോലെ ഒന്ന് കുതിർത്തെടുത്താൽ മതി. കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. അതിന് ശേഷം നമ്മൾ നമ്മുടെ ദോശ ചട്ടിയുമേ അത് തേച്ച് പിടിപ്പിക്കാം. വെള്ളമൊക്കെ കളഞ്ഞ് ഒരു തുണി കൊണ്ടൊന്ന് ഒപ്പി കളയാം. അതുപോലെ ഒന്ന് എല്ലാ വെള്ളം ഒന്ന് ഒപ്പിയെടുക്കാം. ക്ലിയറായി. അതിന് ശേഷം നമുക്ക് ഈ പുളി ഉണ്ടല്ലോ, പുളി നമുക്ക് ഇതുമ്മ തേച്ച് പിടിപ്പിക്കാം. ഒറ്റ മാറ്റാട്ട, ഇങ്ങനെ പുളി മാത്രം തേച്ച് പിടിപ്പിച്ചാൽ മതി. അതിന് ശേഷം ഇതൊന്ന് ചൂടാക്കാം. ചൂടാവുമ്പോൾ നമ്മുടെ പുളി ദോശച്ചട്ടിമ്മ ഇങ്ങനെ നല്ലോണം ചട്ടി അബ്സോർബ് ചെയ്യും പുളി. ചട്ടി ചൂടായിട്ട് അപ്പോൾ നമ്മുടെ പുളി ഇതുപോലെ ഈ അരിവശമൊക്കെ ഇതുപോലെ ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. പകുതി സബീന പൗഡർ കൊണ്ടാക്കിയപ്പോൾ തന്നെ പകുതി ക്ലിയർ ആയിട്ടുണ്ട്. നല്ലോണം ഒന്ന് ചൂടായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കിത് 5 മിനിറ്റ് തണുക്കാനായിട്ട് വെക്കാം. അതിന് ശേഷം നമ്മൾ കഴുകി എടുക്കാം. അപ്പം നമ്മൾ പഴയതായിട്ട് വീട്ടിലൊക്കെ ഇങ്ങനെ നമ്മുടെ ദോശച്ചട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. നല്ല ദോശച്ചട്ടിയായിട്ട് കിട്ടും. ഇപ്പോൾ എല്ലാവരും നോൺ സ്റ്റിക്കൊക്കെ മാറ്റി ഇരുമ്പ് ചട്ടിയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ദോശ തയ്യാറാക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്കിനേക്കാളും നന്നായിട്ട് നമ്മുടെ ദോശച്ചട്ടി ഇതുപോലെ ചെയ്താൽ കിട്ടും. നല്ലോണം ആവി വരുന്നുണ്ട്. കണ്ട നല്ല പുളിയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കല്ലൊന്ന് ചൂടാറണം. എന്നിട്ടൊന്ന് നമുക്ക് ഇത് നേരത്തെ പോലെ തന്നെ സ്ക്രബ്ബർ വെച്ചൊന്ന് കഴുകി കളയാം. പിന്നെ ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ചെയ്യാം. നല്ലോണം ചൂടാറിയിട്ട് ഇനി നമുക്കിത് ഉരച്ച് പുളിവെള്ളമൊക്കെ ഒന്ന് കളയാം. നല്ല ക്ലിയർ ആയിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മുടെ വാഴയുടെ പിണ്ടിയാണ്. ഈ ഒരു പിണ്ടിയുടെ കഷ്ണം മതി നമുക്ക് ദോശയൊക്കെ നല്ല ക്രിസ്പിയും നല്ല സ്മൂത്തായിട്ട് ദോശക്കല്ലുമെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. പിണ്ടിയുടെ ഒരു കഷ്ണമാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തുള്ളത്. നമ്മളെ കടഭാഗമൊക്കെ നമുക്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ, കട്ട് ചെയ്യുമ്പോൾ നല്ല ഹാർഡാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ദോശക്കല്ല് മയപ്പെടുന്നത്. അപ്പോൾ ആദ്യം നമ്മളതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർക്കാം. അതിന് ശേഷം ഇത് നല്ലോണം ഈ പിണ്ടിയുടെ കഷ്ണം കൊണ്ട് നല്ലോണം എല്ലാ ഭാഗത്തും ഉരച്ചിങ്ങനെ പിടിപ്പിക്കാം. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഇതുപോലെ വല്ല ഓരോള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒരു കഷ്ണം എടുത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ വാഴപ്പിണ്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ ഹാർഡ് ഭാഗം കടഭാഗത്ത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, നല്ല ഹാർഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദോശക്കല്ല് നല്ലോണം മയപ്പെടും. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തൂയി കൊടുക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ
നല്ലെണ്ണയിൽ മുക്കിയ പിണ്ടിയാണിത്. പിണ്ടിയുടെ കട അതൊന്നും ഇങ്ങനെ തുടച്ചു കൊടുത്ത് ദോശമാവ് ചേർക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും ഇതുപോലെ ചെയ്യാം. അപ്പം നമുക്ക് നെയ്യ് ചേർക്കാം. ദോശ ഒരു പാകമായി വരുമ്പോൾ നമുക്ക് നെയ്യ് എല്ലാ ഭാഗത്തേക്കും ചേർക്കാം. ഫ്രൈ പാനത്തെ പോലെ തന്നെ നമുക്ക് ദോശച്ചട്ടിയിലും ദോശ തയ്യാറാക്കാം. ഓക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ദോശക്കല്ല് ഫ്രൈ പാനേക്കാളും നല്ല ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ. ഇപ്പം ആരുടെങ്കിലും വീട്ടിൽ ഇതുപോലെ ദോശക്കല്ല് ഉപയോഗിക്കാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു രീതിയിൽ ക്ലിയർ ആക്കിയാൽ മതി. ദോശക്കല്ല് ഫ്രൈ പാനേക്കാളും നന്നായിട്ടിരിക്കും. ദോശക്കല്ലൊന്ന് ശ്രദ്ധിച്ചെടുത്ത് വെച്ചാൽ മതി. അതായത് ദോശക്കൊന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നല്ല ക്ലീനായിട്ടൊന്ന് തുടയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല. കഴുകി കഴിയുമ്പോൾ ഇങ്ങനെ സോപ്പൊക്കെ ഇട്ടിട്ട് ഉരക്കിലോ അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ വല്ലതൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ നല്ലൊരു കവർ എടുക്കാം, പ്ലാസ്റ്റിക്കിൻ്റെ കവർ. അതിലേക്ക് നമ്മൾ ഇതുപോലെ ദോശക്കല്ല് അങ്ങനെ വെക്കുക. അതിന് ശേഷം ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ട് വെക്കുക. ഇത്രയും ആവശ്യമുള്ളൂ. പിന്നെ ദോശക്കല്ല് ഒരിക്കലും തുരുമ്പ് പിടിക്കുകയൊന്നും ചെയ്യില്ല. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോഴും ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഒരു തുരുമ്പ് വരാണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ഇതുപോലെ എടുക്കുക. അതുപോലെ ആവശ്യം കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ ദോശക്കല്ല് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇത് നല്ലൊരു ടിപ്പാണ് ദോശക്കല്ല് തുരുമ്പ് വരാണ്ടിരിക്കാനായിട്ടുള്ളത്.